അങ്ങനെ ഫെബ്രുവരിയും കഴിഞ്ഞ് മാർച്ച് തുടങ്ങി ഇപ്പോൾ ഒരാഴ്ച എന്ത് പെട്ടെന്ന് സമയം പോകുന്നതല്ലേ. അപ്പോൾ നമ്മൾ എല്ലാ മാസവും ഒരു ജേർണൽ ചെയ്യാറുള്ള അതാത് മാസത്തിൻ്റെ ബേസ് ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് ഇന്നും ഒരു ജേർണൽ ചെയ്യാം. അത് മാർച്ച് എന്ന് പറയുന്നത് ഒരു പ്രത്യേക മാസമാണല്ലോ. കാരണം ഇപ്പോൾ എക്സാം ആയിരിക്കും എല്ലാവർക്കും. ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ വലിയ അവധി വരുന്നുണ്ട്. നമ്മുടെ വേനൽക്കാലം തുടങ്ങാറായി. ഇത് ജനുവരി ഡിസംബർ ആ സമയത്തുണ്ടായിരുന്ന മഞ്ഞൊക്കെ മാറി നല്ല വെയിലൊക്കെ വന്ന് നല്ല ഇനിയിപ്പം ചെടികളും മരങ്ങളും ഒക്കെ തളിർത്ത് നല്ല പച്ച കളറിൽ എല്ലായിടത്തും പിന്നെ കുറേ പൂക്കളുണ്ടാവും. ഇനിയിപ്പോൾ സ്പ്രിങ് തുടങ്ങും. അങ്ങനെ എല്ലാം കൊണ്ടും നല്ല അടിപൊളി മാസം. ഇനിയിപ്പം നല്ല കുറച്ച് സമയത്തിൻ്റെ തുടക്കമായത്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ വേനൽ സമയത്ത് നമ്മുടെ ഗുൽമോഹറില്ലേ, വാഗപ്പൂ ചുമന്നത് അത് പൂക്കുന്നത് കാണാൻ. അതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള സമയം. ചൂട് ഭയങ്കര കൂടുതലാണെങ്കിലും ഇതൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പിന്നെ നമ്മുടെ അവധിയൊക്കെ തുടങ്ങുന്ന സമയം. അപ്പം നമുക്ക് ജേർണൽ ചെയ്യുന്നു. അതിന് ഞാൻ നമ്മുടെ ബുക്ക് എടുത്തിട്ട് ഇതുപോലെ വലിയൊരു ലീഫ് വരച്ചു കൊടുത്തു ആദ്യം. എന്നിട്ട് അതിനെ ഗ്രീൻ കളറൊക്കെ ഇട്ട്, കാരണം എന്താണെന്ന് മനസ്സിലായല്ലോ, ഇനിയും ഗ്രീൻ ആണല്ലോ വരുന്നത്. അപ്പോൾ എന്നിട്ട് ഇതിൻ്റെ സൈഡിലെല്ലാം ഇതുപോലെ ഇങ്ങനെ ഒന്ന് ക്രേവ് ചെയ്തെടുത്തു, ഒന്ന് മുറിച്ചെടുത്തു. അതിനുശേഷം നമ്മുടെ പല ഷെയ്ഡ് ഗ്രീനിൻ്റെ പല ഷെയ്ഡ് വെച്ചിട്ട് ഇതുപോലെ ചുമ്മാ കുറേ ഡോട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ട് മാർച്ച് എന്നൊന്ന് എഴുതിയെടുത്തു. അപ്പോഴത്തേക്ക് സിമ്പിളായിട്ടുള്ളൊരു ജേർണൽ നമുക്ക് വേണേൽ ഇവിടെ കൊണ്ട് നിർത്താം. അപ്പം ഞാൻ വിചാരിച്ചു ഇത് ഇത്രയും സിമ്പിളായി പോയില്ലേ, എന്നാൽ കുറച്ച് എന്തെങ്കിലും ഒന്ന് ഓവറാക്കിയേക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളുടെ ഈ പേജ് തുറക്കുമ്പം ഈ പേജിൻ്റെ അടിയിൽ ഗ്രീൻ കളർ കാണുന്ന പോലെ ഒരു പേപ്പർ ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതായി കാണുന്നത് പോലെ ഞാനിവിടെ ഒരു പേപ്പർ ഒട്ടിച്ചു. അപ്പം നിങ്ങൾക്ക് ഈ പേപ്പർ ഒട്ടിക്കുന്നതിന് മുമ്പാണോ ഒട്ടിച്ചതിന് ശേഷമാണോ ഇഷ്ടപ്പെട്ടതെന്ന് പറയണേ. എന്നിട്ട് ഇനിയിപ്പോൾ സ്പ്രിങ് ആണല്ലോ, അപ്പം ഞാൻ കുറച്ച് പൂക്കളൊക്കെ വരച്ചു. അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. എന്നിട്ട് ഇത് ക്ലോസ് ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും ചെയ്യണേ.